തൊലിയുടെ നിറം കറുത്തുപോയതിനാൽ ജീവിതത്തിലുടനീളം ആക്ഷേപങ്ങളും അപമാനങ്ങളുമൊക്കെ ഏറ്റ് ജീവിക്കേണ്ടി വന്നവനാണ് വിനു. പഠനമൊക്കെ കഴിഞ്ഞ് എറണാകുളത്തെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് തൻ്റെ തന്നെ പേരുള്ള ഒരു കൂട്ടുകാരനെ വിനുവിന് ലഭിക്കുന്നത്. ഇടുക്കിക്കാരനായ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് അവൻ്റെ സുന്ദരിയായ അനിയത്തി വിദ്യയെ പരിചയപ്പെടുന്നതും പ്രണയമാകുന്നതും പിന്നീട് ആ പ്രണയം വിവാഹത്തിലെത്തുന്നതും. പല കോണിൽ നിന്നുള്ള വിയോജിപ്പുകളെയും എതിർപ്പുകളെയും ഒക്കെ അവഗണിച്ചാണ് സ്കൂൾ ടീച്ചറായിരുന്ന വിദ്യയെ വിനു വിവാഹം കഴിച്ചത്. സന്തുഷ്ടമായ കുടുംബജീവിതമായിരുന്നു അവരുടേത്. തൻ്റെ 1ാം വിവാഹ വാർഷിക ദിനത്തിൽ തനിക്കും വിദ്യയ്ക്കും ഉണ്ടാകാൻ പോകുന്ന ആദ്യത്തെ കൺമണിയെ കാണാൻ ജോലിസ്ഥലത്തു നിന്നും ആശുപത്രിയിലേക്ക് പുറപ്പെടുകയാണ് വിനു. എന്നാൽ യാത്രാമധ്യേ വിനു സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും തൽക്ഷണം വിനു മരണപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ അതേസമയം ആശുപത്രി കിടക്കയിൽ വിദ്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആശുപത്രി വരാന്തയിൽ ദുഃഖം തളം കെട്ടിക്കിടന്നു. വിദ്യയുടെയും വിനുവിൻ്റെയും പ്രിയപ്പെട്ടവർ വിദ്യയെ വിനുവിൻ്റെ മരണം അറിയിച്ചില്ല. മരണശേഷം തൻ്റെ കുഞ്ഞിനെ കാണാൻ ആത്മാവായി വിനു എത്തുന്നിടത്ത് കാത്തിരിപ്പെന്ന ഈ കഥ അവസാനിപ്പിക്കുകയാണ് എഴുത്തുകാരൻ. കാത്തിരിപ്പ് എന്ന കഥ പോലെ, ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലെ എന്തൊക്കെയോ പറയാൻ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇതിലെ 21 കഥകളും എഴുത്തുകാരൻ അവസാനിപ്പിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാത്തിനെയും സസൂക്ഷ്മം വീക്ഷിക്കാനുള്ള എഴുത്തുകാരൻ്റെ കഴിവ് ഈ പുസ്തകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാൻകൈൻ ലിറ്ററേച്ചർ പ്രസിദ്ധീകരിച്ച P. വൈശാഖൻ എഴുതിയ പറയാൻ ബാക്കി വെച്ചത് എന്ന ഈ പുസ്തക സമാഹാരം ഒരു പുതിയ വായനാനുഭവം സമ്മാനിക്കുന്ന നല്ല പുസ്തകമാണ്.